वो एक्चुअली बात नहीं कर सकते हैं, रियलिटी ये है क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है। इसीलिए हमें साफ प्योर वोटर लिस्ट चाहिए। രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഒരു പൗരൻ ഒറ്റ വോട്ട്, അതാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിന്റെ ആകെ കാതൽ. വോട്ടവകാശം തന്നെ എല്ലാവർക്കും ഉറപ്പാക്കാൻ ദീർഘകാലത്തെ പോരാട്ടമൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന് മുൻപാണെങ്കിലും ശേഷമാണെങ്കിലും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വോട്ടർ പട്ടികയിൽ 18 വയസ്സ് പൂർത്തിയായാൽ വോട്ടവകാശം എന്ന ഏതൊരു പൗരന്റെയും അടിസ്ഥാന അവകാശമാണ്, അവന്റെ കടമയാണ്, കർത്തവ്യമാണ്. ഭരണഘടന അത് ഉറപ്പുവരുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും അത് ചൂണ്ടിക്കാണിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശില എന്നത് വോട്ടവകാശമാണ്. ആ വോട്ടവകാശം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്ന ഗൗരവമുള്ള, അതീവ ഗൗരവതരമായ ആരോപണമാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയരുന്നത്. വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ എംപിമാരുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ എംപിമാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നു, അവർ അറസ്റ്റ് വരിക്കുന്നു. ആദ്യ ബസ്സിൽ രാഹുൽ ഗാന്ധി MP ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് വരിച്ചിരിക്കുകയാണ്. പോലീസിന്റെ വാഹനത്തിലാണ്, ആ ബസ്സിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളത്. അവിടെ നിന്നാണ് സംസാരിച്ചത്. നേരത്തെ ഉന്നയിച്ച ആരോപണം, ആ ആരോപണത്തിന് തുടർച്ചയായുള്ള പോരാട്ടം പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന പ്രതികരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അനൂപ് ദാസ് തുടരുന്നുണ്ട്. അനൂപ്, വലിയ പ്രശ്നങ്ങളിൽ ഇപ്പോൾ പാർലമെന്റിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. പ്രതിപക്ഷം വിവിധ വിഷയങ്ങൾ ഉന്നയിക്കുന്നു. അതിന്റെ തുടർച്ചയായി പലപ്പോഴും ചർച്ചകൾ നടക്കാതെ പോകുന്നു. പക്ഷേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പ്രതിപക്ഷം പാർലമെന്റ് കവാടത്തിൽ ഇപ്പോൾ സംസ്ഥാനം തിരിഞ്ഞു പോലും പല വിഷയങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലെ പ്രതിഷേധം അത്തരത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ എത്രത്തോളമുള്ള ഒരു യോജിപ്പാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിന് പിന്നാലെ ഉണ്ടാകുന്നത്? ഇപ്പോൾ അടുത്തതായി ബസ് കയറാൻ പോകുന്നത് റഹീമും അത് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലുമാണ്. കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ MPമാർ ഒരുമിച്ച് സമരത്തിൽ പങ്കെടുക്കുന്നു. നേരത്തെ കോട്ടയത്ത് നിന്നുള്ള ജോസ് കെ മാണി, കോട്ടയത്ത് നിന്നുള്ള ഫ്രാൻസിസ് ജോർജ് രണ്ടുപേരും ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഡൽഹിയിലേക്ക് എത്തിയ നേതാക്കൾ പോലും ഇവിടെ ഒരുമിച്ച് നിന്ന് പോരാടുന്നു. മാത്രവുമല്ല, ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞ് പുറത്തുപോയ ആം ആദ്മി പാർട്ടി ഇവിടെ വന്ന് അവർ ഒരുമിച്ച് സമരം നടത്തുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും അതായത് അനൂപ്, ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പ്രതിപക്ഷ നിരയിലെ വലിയ ഐക്യം കാണുന്നു. ആം ആദ്മി പാർട്ടി പങ്കെടുക്കട്ടെ, അതുകൊണ്ട് ഇന്ത്യ ബ്ലോക്ക് എന്ന ബാനർ ഉപയോഗിക്കേണ്ടതില്ല എന്നൊരു വിട്ടുവീഴ്ച പോലും കോൺഗ്രസിന് ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. മുന്നണിയുടെ ഭാഗമല്ലെങ്കിലും സഖ്യത്തിന്റെ ഭാഗമല്ലെങ്കിലും ആം ആദ്മി പാർട്ടിയും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമെന്നു. അപ്പോൾ പ്രതിപക്ഷ നിരയിലെ ഒരു യോജിപ്പ് ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തിന് കഴിഞ്ഞു. ആ ചിത്രമാണിത്. അതെ, ശക്തമായ യോജിപ്പ് പ്രതിപക്ഷ നിരയിൽ ഉണ്ടാക്കിയെടുക്കാൻ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾക്ക് സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് നടന്ന സമരം നേരത്തെയൊക്കെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കോ രാഷ്ട്രപതി ഭവനിലേക്കോ ഒക്കെ മാർച്ച് നടക്കുമ്പോൾ അത് കുറച്ചു ദൂരം നടന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കുത്തിയിരുന്ന് ഞങ്ങൾ പിന്മാറില്ല എന്ന് പ്രഖ്യാപിച്ച് ഇവർ ഇന്ത്യ സഖ്യം ഒത്തൊരുമിച്ച് സമരം നടത്തിയ കാഴ്ച, അത് സമീപകാലത്ത് നമ്മൾ ഡൽഹിയിൽ കാണാത്ത കാഴ്ചയാണ്. ആ കാഴ്ച കണ്ട് ഇനിയിപ്പോൾ 30 പേർക്ക് അനുമതി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ. അത് പോകുമെന്നതാണ് കാര്യം. 12 മണിക്കായിരുന്നു സമയം, ഇപ്പോൾ 12:30 ആയിരിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയിരിക്കുന്നത്. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയതെന്ന് അല്പസമയത്തിനകം നമുക്ക് വ്യക്തമാവും. അനൂപ് ദാസും അർജുൻ പീതാംബരനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. പ്രിയങ്ക ഗാന്ധി നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. കേരളത്തിലുള്ള MPമാർ ഉൾപ്പെടെ അറസ്റ്റ് വരിക്കുകയാണ്. നേരത്തെ റഹീം, NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള MPമാരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. പ്രതിപക്ഷ നിരയുടെ ഒരു ഐക്യം പ്രകടമാക്കുന്ന പ്രതിഷേധമാണ് രാജ്യതലസ്ഥാനത്ത് ഉണ്ടാകുന്നത്.